ബോധമുണ്ടല്ലോ അല്ലേ? ഹലോ എമ്രു. ആ, എമ്രുവിന് ബോധമുണ്ട്. ഉറക്കപ്പിച്ചിലാണ് ആള്. ഞാൻ അവനെ പൊക്കിക്കൊണ്ട് തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. വരുന്ന വഴിക്ക് ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടാണ് ആൾ വന്നത്. അങ്ങനെ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് എത്തി. അപ്പോൾ വാപ്പായും മോനും കൂടെ ആരോ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി താഴെ നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി. ഞാൻ ആദ്യമേ പോയി സ്ഥലം പിടിച്ചു. അതാ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ എമ്രുവിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്സാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഓട്സും ഒക്കെ കൊടുത്തു. എന്നാലും അവന് ഞാൻ കഴിക്കണത് എന്താണോ അത് വേണം. നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നോ അത് ഇനിയിപ്പോൾ അവന് കൊടുക്കാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കഴിക്കുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ദോശയൊക്കെ കൊടുത്തു. അതാ എൻ്റെ ദോശ വന്ന് ഗീ റോസ്റ്റ്. ഇവിടുത്തെ ഗീ റോസ്റ്റും സാമ്പാർ ചട്നിയൊക്കെ നല്ല ടേസ്റ്റാണ്. എപ്പോൾ ഞാൻ തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ വന്നാലും ഇതാണ് ഓർഡർ ചെയ്യാറ്. അത് അവന് ഗീ റോസ്റ്റ് വേണമെന്നാണ്. എന്നെപ്പോലെ കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാണ് ബേബിയെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയോ തിന്ന് തീർക്കും. ചില സമയം വിഴുങ്ങിയാണ് ചെയ്യാറ്. വീട്ടിലാണെങ്കിൽ പോലും ഇതൊക്കെയാണ് അവസ്ഥ. സഹിച്ചല്ലേ പറ്റൂ. പിന്നെ നമ്മൾ ഒരു ഓംലെറ്റും അതുപോലെ ഒരു കോഫിയും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ബില്ലടയ്ക്കാൻ പോയപ്പോൾ ഗുലാബും ഇരിക്കുന്ന കണ്ടു. അങ്ങനെ വെയിലത്ത് കാർ അവിടെ വെയിലും കൊണ്ട് കിടക്കുകയാണ്. നമ്മളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കയറി നേരെ വീട്ടിലോട്ട് പോയി. ടാറ്റാ.